ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു മീൻകറിയാണ്, മത്തിക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മുളകിട്ട മീൻകറി എന്ന് പറയുന്ന പോലെ മുളകിട്ട മത്തിക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മീനൊന്ന് ക്ലീൻ ചെയ്യാതെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണിത്. മത്തിയൊക്കെ സീസണിലായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല സീസണിൽ നല്ല മത്തി കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോറിന് അതുപോലെ കപ്പയ്ക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ കപ്പയുടെ കൂടെയാണിത് സെർവ് ചെയ്യുന്നത്. നല്ല കോമ്പിനേഷനായിട്ടുള്ള ഈ മത്തിക്കറി നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മത്തിക്കറിക്ക് വേണ്ടിയിട്ട് കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുടംപുളിയാണ് ഞാനിവിടെ സാധാരണ യൂസ് ചെയ്യുന്നത്. ചിലരൊക്കെ മറ്റേ വാളംപുളി ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ ഒരു 3 പീസ് പുളി എടുത്തിട്ട് അതിനെ ഒന്ന് മുറിച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ കുറച്ച് ഉപ്പും നല്ലപോലെ തിളച്ച വെള്ളവുമാണ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പുളിയൊക്കെ നല്ലപോലെ ഇറങ്ങി പുളി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്കിതിനെ അവിടെ സോക്കാകാൻ വെക്കാം. അതുപോലെ തന്നെ ഇതിനകത്തോട് ചേർക്കാനുള്ള മുളക് പൊടി ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ എടുത്തു. പിന്നെ എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളത്തിനകത്തൊന്ന് കുതിർത്ത് വെക്കുവാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അളവ് മത്തിയുടെ അനുസരിച്ചാണ് ഇപ്പോൾ എടുക്കുന്നത്. ഞാൻ 500 ഗ്രാമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് മീൻ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ മുളക് പൊടിയൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കലക്കി വെക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി ഇടുമ്പോൾ അത് കരിഞ്ഞു പോകാതെ ആ കളർ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ 1 തക്കാളി, 1 പീസ് ഇഞ്ചി, 5 വെളുത്തുള്ളി അല്ലി, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 5-10 ചെറിയ ഉള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്ത് തക്കാളിയും ചെറിയ ഉള്ളിയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളകും. അപ്പോൾ നമുക്കിനി മസാല തയ്യാറാക്കാം. ഇപ്പോൾ ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്താണല്ലോ മത്തിക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ അല്ല ഏത് മീൻകറി ആണെങ്കിലും ചട്ടിക്കകത്ത് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിലർ കടുക് ഇടില്ല എന്നുണ്ട്, അങ്ങനെയുള്ളവർ ഇടണ്ട. പക്ഷേ ഞാൻ എപ്പോഴും മീൻകറിക്ക് കടുക് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ കുറച്ച് ഉലുവ ഇട്ടു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയാണ് ആദ്യം മൂപ്പിച്ച് കൊടുക്കുന്നത്. ചെറിയുള്ളി മൂപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻകറി ചീത്തയായി പോകാതിരിക്കാൻ കുറച്ച് നല്ലപോലെ ചെറിയുള്ളി മൂപ്പിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരുന്ന വരെ നമുക്ക് വേണമെന്ന് മൂപ്പിച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ സോഫ്റ്റായി വരുന്ന വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് സോഫ്റ്റ് ആയാൽ നമുക്ക് അടച്ചും കൂടി വെക്കാം. കണ്ടോ, ഒന്ന് തുറന്ന് നോക്കണ്ട, പെട്ടെന്ന് തന്നെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തീ ഈ സമയത്തൊന്ന് കുറച്ച് വെച്ചാൽ മതി. ഒത്തിരി തീയാണെങ്കിൽ പിന്നെ അത് പുകഞ്ഞു വരാൻ തുടങ്ങും. ഇനി നമ്മളെ കലക്കി വെച്ചിരിക്കുന്ന ഞാൻ പുളിവെള്ളമാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യം നമുക്ക് ഉലുവ പൊടിയായിട്ട് ചേർക്കണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉലുവ ഇട്ടിട്ടുള്ളത് കൊണ്ടും ഞാൻ ഉലുവയുടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടിരുന്നു. അതിൻ്റെ വീഡിയോ മിസ്സും ആയിട്ടുണ്ട്. ഇച്ചിരിയും കൂടി നമുക്ക് വെള്ളം ആവശ്യം വേണം. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പുളിയും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇപ്പം നമ്മൾ കപ്പയ്ക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചാറ് വേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാനും കൂടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ കുറച്ച് ചിലപ്പോൾ നമ്മൾ മീൻകറി ഉണ്ടാക്കും കുറച്ചും കൂടി കുറുകിയ രീതിയിൽ എടുക്കുക. അങ്ങനെയുള്ളവർ അത്ര വെള്ളം ഒഴിക്കേണ്ട. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ടെന്ന് ചേർത്ത് കൊടുക്കും. ഇന്ന് മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 500 ഗ്രാം മത്തിയാണ്. നല്ലപോലെ ഉപ്പും വിനാഗിരി ഇട്ട് കഴുകി അതിന് ശേഷം ഞാൻ കുറച്ചൊരു പുളിവെള്ളവും കൂടി ഇട്ട് കഴുകിയിട്ടാണ് ഇതിൻ്റെ മണമൊക്കെ പോകാനായിട്ട് എടുത്ത് വെച്ചിരിക്കുക. മത്തി കഴുകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കഴുകിയാൽ നല്ല രീതിയിൽ മത്തി ക്ലീൻ ചെയ്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് നമ്മുടെ ചാറ് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മത്തി നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. വലിയ മത്തിയൊക്കെ ആണെങ്കിൽ 1-2 വരഞ്ഞിട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കും. ഇപ്പോൾ എനിക്ക് ഒത്തിരി വലിയ മത്തിയല്ലായിരുന്നു, ഒരു ഇടത്തരം മത്തിയായിരുന്നത് കൊണ്ട് പിന്നെ ഞാനിങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. ഇനി ചാറിനകത്ത് നല്ലപോലെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമുക്കിതിനെ ഒന്ന് തവി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന്
മറിച്ച് കൊടുക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. കണ്ടോ, നല്ല പോലെ എല്ലായിടവും തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്പൂൺ ഉപയോഗിക്കേണ്ട. നമുക്കൊന്ന് 2 സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മീനൊന്നും പൊടിയാതെ ഇരിക്കും. ഉപ്പും അതുപോലെയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സമയത്ത് ഞാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എല്ലാം കറക്റ്റ് അളവായിരുന്നു, അതുകൊണ്ട് പിന്നെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ നമ്മൾ തുറന്ന് വെച്ചൊരു 10 മിനിറ്റും കൂടി വേവിച്ചതിന് ശേഷം ഏകദേശം നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുവാണ്. അപ്പോൾ എണ്ണ കുറച്ച് മതി എന്നുള്ളവർ പിന്നെ ഇപ്പോൾ വെളിച്ചെണ്ണ ചേർക്കണമെന്നില്ല. കുറച്ചും കൂടി ഒന്ന് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ചട്ടിയുടെ ആ ചൂട് കൊണ്ട് 2-3 മിനിറ്റും കൂടി അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും കൂടി ഒന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, മീൻകറി നല്ല സൂപ്പറായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റ് ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കറി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ കപ്പയുടെ കൂടെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻകറിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയും മുളകിട്ട മീൻകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.